നിക്ക് 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 ഓടല്ലേ ഞാൻ പറയുന്നേക്ക് ഓടല്ലേ നിക്ക് ഓടല്ലേ പറയുന്നേക്ക് ഞാൻ വെടിവെക്കും നിക്ക് റൂമിൽ ഞാൻ ഡെഡ് ബോഡി കണ്ടപ്പോ അതെന്റെ ഭ്രമയെന്ന് നീ പറഞ്ഞു, എന്നെ ഭ്രാന്തൻ പറഞ്ഞു. ആ ഭ്രാന്തനല്ല. ഇന്നലെ നിന്റെ ഭർത്താവ് ഇവിടെ വന്നത് സത്യവാ, ഞാൻ ഡെഡ് ബോഡി കണ്ടത് സത്യവാ. നീയാ നിന്റെ ഹസ്ബൻഡിനെ കൊന്നത്. നിന്നെ ഞാൻ എത്ര നല്ലവളായിട്ടാ വിചാരിച്ചേ. നീ പറഞ്ഞതൊക്കെ കേട്ട് നിന്റെ ഉള്ളിൽ എത്ര വേദന ഉണ്ടാവും ഞാൻ ആലോചിച്ചു. പക്ഷേ ഹസ്ബൻഡിനെ കൊല്ലുന്ന അളവിന് ക്രൂര മനസ്സുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കൊന്നത്. ഞാൻ ഭ്രാന്തനും അല്ല, എന്റെ ഭാര്യയെ ഞാൻ കൊന്നിട്ടുമില്ല. നീ ഒന്നും സാധാരണ ആളല്ല. ഇതൊക്കെ നിന്റെ പ്ലാൻ അല്ലേ? ടിവിയിൽ എന്നെ കൊലയാളി മെന്റലുമായിട്ട് കണ്ടിട്ട് എന്റെ അടുത്ത് ഇന്നസെന്റ് ആയിട്ട് കാണിച്ച് നീ ചെയ്ത കൊലയെ എന്റെ തല കെട്ടാൻ നോക്കണോ? എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്, എന്നിട്ട് നിങ്ങൾ എന്നെ തന്നെ ബ്ലെയിം ചെയ്യാണോ? എന്നെ രക്ഷിക്കാനല്ല, നിന്നെ രക്ഷിക്കാനാ നീ നാടകം കളിച്ചോണ്ടിരിക്കുന്നെ. നിനക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർ വന്നപ്പോഴോ ഇല്ല ഇൻസ്പെക്ടർ വന്നപ്പോഴോ പോയി പറഞ്ഞിരിക്കാലോ. പക്ഷെ നിന്റെ പ്ലാൻ അതല്ല. എന്നെ ഇതിൽ കൊടുക്കണം എന്നാണ് നിന്റെ ഒക്കെ ഉദ്ദേശം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കാം. അപ്പോഴും ഞാൻ നിങ്ങളെ രക്ഷിക്കാനേ നോക്കിയിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങളെ രക്ഷപ്പെടുത്താനും സംസാരിക്കുന്നതും. ദയവീത് ഇവിടുന്ന് നിങ്ങൾ പോണം. നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ പറയുന്നത്. ദയവീത് ഇവിടുന്ന് പോണം. നിങ്ങള് ഞാൻ പറയുന്ന കേക്ക് പ്ലീസ്. ഇവിടുന്ന് പോവാൻ നോക്ക്. നീ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ അപ്പൊ നിന്റെ പ്ലാൻ സക്സസ് ആവും. അപ്പൊ നീ ചെയ്ത കൊലയെ എന്റെ തലേ കെട്ടും നീ. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഒരു പക്ഷെ ഞാൻ എന്റെ ഭർത്താവിനെ കൊന്നെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് ലാഭം ഉള്ളത്? ഞാൻ പറയുന്ന കേക്ക്. ആദ്യം നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്ക്. നിന്റെ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്, അത് സത്യം. നിന്റെ ഹസ്ബൻഡ് ആരാ കൊന്നിട്ടെന്നുള്ളത് പ്രൂവ് ആവുന്ന വരയ്ക്കും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. കാരണം ഒരു നിരപരാധിയുടെ മേത്ത് ഒരു കൊലയുടെ കുറ്റം വിടാൻ പാടില്ല. അതെത്ര വേദന ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണ്ട ഡെഡ് ബോഡിയെ കുറിച്ച് കാര്യം എനിക്ക് അറിഞ്ഞേ ആകണം. അതുവരെയ്ക്കും ഞാൻ പോകത്തില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ തലയിൽ എഴുതാം. ഇപ്പൊ തന്നെ ഞാൻ പോലീസിന് ഫോൺ ചെയ്ത് നിങ്ങൾ ഇവിടെ ഉള്ള കാര്യം പറയും. നീ എന്താ പോലീസിനെ വിളിക്കുന്നത്? ഞാൻ തന്നെ ഇൻഫോം ചെയ്യും പോലീസിന്. ഞാൻ കുടുങ്ങിയാലും കുഴപ്പമില്ല. പക്ഷെ നിന്നെ പോലത്തെ ക്രൂര മനസ്സുള്ള പെണ്ണുങ്ങളെ ചുമ്മാ വിടാൻ പാടില്ല. പോലീസ് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നത്. സൂക്ഷിച്ച് പോ 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 പോ. റെയിൽവേ സ്റ്റേഷനിൽ മുഴുവനും തപ്പി, പക്ഷെ അവനെ അവിടെ എങ്ങും കണ്ടില്ല. അങ്കിൾ, അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടില്ല. ഇവിടെ തന്നെ ഉള്ളത്. ഈ വീട്ടിലോ? എവിടെ? ഇവിടെ തന്നെ ഉണ്ട്. മിസ്റ്റർ വർമ്മ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊന്ന കുറ്റവാളിയാണ്. പിന്നെയും തെറ്റുകൾ ചെയ്യരുത്. എന്റെ ജീവിതത്തിൽ അറിയാണ്ട് നടന്ന ഒരേ ഒരു തെറ്റ് കാരണമാണ് വീട്ടിൽ നിന്ന് ജയില്, കോർട്ട്, ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന ഞാൻ. നിങ്ങളൊക്കെ എന്നെ കൊലയാളിയും മെന്റൽ എന്ന് പറയുക. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നത് ഇവിടെ ഒരു കൊല നടന്നിട്ടുണ്ടെന്ന്. എന്ത്? ഈ വീട്ടില് കൊലയോ? ഇദ്ദേഹത്തിന് ഭ്രാന്താണ്. ഭ്രാന്ത് പിടിച്ചിരിക്കുക അങ്കിൾ. ഇദ്ദേഹത്തിന് കൂടെ ചേർത്ത് ഇപ്പൊ എനിക്ക് ഭ്രാന്തായെന്ന് തോന്നുന്നു. മിസ്റ്റർ വർമ്മ, താൻ എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. നിങ്ങളൊക്കെ ചേർന്നാ എന്നെ ഭ്രാന്തനാക്കിയത്. ഓക്കെ, നിങ്ങൾക്ക് ഭ്രാന്തില്ല. ആ തോക്കിങ്ങിതാ. ഡോക്ടർ, നിങ്ങളുടെ ആശുപത്രി ഞാൻ ഇരുന്നപ്പോ നിങ്ങളെ നല്ലവനാ ഞാൻ വിചാരിച്ചേ. നിങ്ങളെ ഞാൻ വിശ്വസിക്കാം. ഒരു മിനിറ്റ് നിൽക്ക്. ആദ്യമായിട്ട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. പറയൂ മിസ്റ്റർ വർമ്മ. ഓക്കെ, നിങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട ഞാൻ ഓടി ലാസ്റ്റ് ഈ വീട്ടിനകത്ത് ഞാൻ വന്നത്. അപ്പൊ ടിവിയിൽ എന്നെ കുറിച്ച് പറഞ്ഞ വിഷയം കേട്ട് അവൾ ഒത്തിരി പേടിച്ചിരുന്നു. എന്റെ കയ്യിലെ തോക്ക് വെച്ച് അവളെ പേടിപ്പിച്ചു.
വീട്ടിൽ വേറെ ആരും ഇല്ലാണ്ട് തന്നെ ഇരുന്ന കാരണം അവള് നന്നായിട്ട് പേടിച്ചു. എങ്കിലും എന്നെ പോലീസിന്റെ അടുത്ത് പറയാനായിട്ട് കുറെ ശ്രമിച്ചു. ആ സമയത്താണ് നിങ്ങളും ഇൻസ്പെക്ടർ ഇവിടെ വന്നത്. ഞാനിവിടെ ഈ സ്റ്റെപ്സിന്റെ മേത്ത ഒളിച്ചോണ്ടിരുന്നത്. നിങ്ങൾ പോയതിന് ശേഷം ഞാൻ ഒത്തിരി സന്തോഷപ്പെട്ടു. അവളും സന്തോഷപ്പെട്ടു. ഡ്രിങ്ക് ഓഫർ ചെയ്തു. ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൾ എന്റെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു, ഞാൻ അവളുടെ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു. ടെൻഷനിൽ മൊത്തം മറന്ന എനിക്ക് സംസാരിച്ച് അങ്ങനെ ഉറങ്ങി ഞാൻ. കള്ളം! ഇയാള് പറയുന്നത് കള്ളം അങ്കിൾ. ഇദ്ദേഹം എപ്പ എന്റെ വീട്ടിലേക്ക് വന്നോ അപ്പൊ തൊട്ട് എന്നെ മര്യാദയ്ക്ക് ഒന്നും ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുമോളെ. അയാൾ എന്താ പറയുന്നതെന്ന് കേൾക്കട്ടെ. നിങ്ങൾ പറയൂ. ഒത്തിരി കുഴപ്പത്തിൽ നിന്ന് എനിക്ക് കിടന്നുടനെ ഉറക്കം വന്നു. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. എനിക്ക് കണ്ണു തുറന്നു നോക്കുമ്പോ ഇവളില്ല അടുത്ത്. എല്ലായിടത്തും നോക്കിയിട്ട് മേളിലുള്ള ബെഡ്റൂമിൽ പോയി ഞാൻ. ആ ബെഡ്റൂമിൽ ഞാൻ കണ്ട കാര്യം എന്റെ ജീവൻ തന്നെ നിന്നുപോയി. അപ്പൊ ഇദ്ദേഹത്തിന് ഭ്രാന്ത് മൂത്തിരിക്കുക അങ്കിൾ. എന്തൊക്കെയാ സംസാരിച്ചോണ്ടിരിക്കുക? നീ ഒന്ന് നിൽക്കുമോളെ. അങ്ങനെ പേടിക്കാൻ മാത്രമായിട്ട് നിങ്ങൾ എന്താ കണ്ടത്? ശവം ശവം ഡോക്ടർ, ഇവളുടെ ഹസ്ബൻഡിന്റെ ശവം. ഇത് ജഗദീഷിന്റെ ബോഡിയോ? ഇമ്പോസിബിൾ. ഡോക്ടർ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതോ ഈ ഫോട്ടോയിലുണ്ടല്ലോ അയാളുടെ തന്നെ ശവം. ഇപ്പോ അവിടെ ശവം ഇല്ല. What? ഇല്ല. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ബോഡി കണ്ടെന്ന് പറയുന്നു, ഇപ്പോ അതവിടെ ഇല്ല എന്നും പറയുന്നു. കൺഫ്യൂഷൻ ആക്കുകയാണോ? ഡോക്ടർ, ഞാൻ അങ്കിൾ, ഇദ്ദേഹം എന്തിനാ ഇപ്പൊ കൺഫ്യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം സ്വന്തം ഭാര്യയെ കൊന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. അതെ, ഞാൻ അവള് പറഞ്ഞ പോലെ അത് ബ്രഹ്മയാന്നാ ഓർത്തോണ്ടിരുന്നെ. എപ്പോ നിങ്ങൾ ജഗദീഷ് ചെന്നൈയിൽ വന്നെന്ന് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നോ അപ്പോഴാണ് എനിക്ക് അറിഞ്ഞത് ഇത് ബ്രഹ്മയല്ല, സത്യമാണെന്ന്. ജഗദീഷ് കൊല ചെയ്യപ്പെട്ടെന്നുള്ളത് സത്യമാണെന്ന്. കൊലയാളി ആരാന്നുള്ള സത്യം എനിക്ക് അറിയുന്നവരെ ഈ വീട് വിട്ട് ഞാൻ ഇറങ്ങില്ലെന്ന് ഒരു തീരുമാനം എടുത്തു. എന്തിനാന്ന് വെച്ചാ ഈ കൊലക്കുറ്റവും എന്റെ തലേ തന്നെ വന്ന് വീഴും. അതിനാ. മിസ്റ്റർ വർമ്മ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ ബോഡി കണ്ട സത്യമാണെങ്കിൽ എവിടെയാണ് ആ ബോഡി? ബോഡി ഇവിടെയുണ്ട്. മിസ്സിസ് ജഗദീഷ്, ഡെഡ് ബോഡി ആരുതാന്ന് കാണണ്ടേ? ജഗദീഷ്! ജഗദീഷ്! അയ്യോ, എഴുന്നേക്ക്! എഴുന്നേക്ക്! എന്നെ നോക്ക്! ഡോക്ടർ, ഈ ശവം തന്നെ ഞാൻ മേളി ബെഡ്റൂമിൽ കണ്ടേ. അതെ. നീയല്ലേ എന്റെ ഭർത്താവിനെ കൊന്നത്? ഞാനോ? കൊലപാതകി! നീയല്ലേ എന്റെ ഭർത്താവിനെ കൊന്നത്? എന്റെ ജീവിതം നശിപ്പിച്ചില്ല നീ. സാർ, ഇവനെ വിടരുത്. ഇവൻ എന്റെ ഭർത്താവിനെ കൊന്നത്. ഇല്ല സാർ, നോണ പറയുമ്പോ അവള്. നോണ പറയുന്നത് അവരല്ല, നീയാണ്. സർ, നിങ്ങൾ പെർമിഷൻ തരുവാണെങ്കിൽ ഈ കേസിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. പറയൂ. സർ, ഈ വ്യക്തിയുടെ ഭ്രാന്ത് കാരണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത് നിങ്ങൾക്കറിയാം. ഈ വർമ്മ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടുമ്പോ രാത്രി നേരത്തെ ജഗദീഷിനെ കണ്ടുമുട്ടിയിട്ടുണ്ടാവാം. ഇദ്ദേഹത്തിനെ ജഗദീഷ് ടിവിയിൽ കണ്ടിട്ടുണ്ടാവാം. പോലീസിനടുത്ത് പിടിച്ചു കൊടുത്തേക്കാന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം. ജഗദീഷിനെ ഇദ്ദേഹമാണ് കൊന്നിട്ടുണ്ടാവുക. ഓഫീസർ, ഏയ്, സാർ, സൈലൻസ്. ഡോക്ടർ, ഇവര് പറയുന്നതിനെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താ? സർ, ഇൻസ്പെക്ടർ പറയുന്നത് പോലെ അതിൽ ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കും. ഡോക്ടർ, കാരണം മിസ്റ്റർ വർമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വരുന്ന സമയത്ത് വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. അങ്ങനെയുള്ളപ്പോൾ ഇയാൾക്ക് സ്വയം മറന്ന് കൊലപാതകം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സാർ, ഇയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഇല്ല സാർ. ഈ വീട്ടിൽ ആദ്യമായിട്ട് കണ്ടത്, അതും മേളിലുള്ള ബെഡ്റൂമില് ശവമായിട്ട്. എവിടെയാ കണ്ടത്? മേളി ബെഡ്റൂമില്. ബെഡ്റൂം. ബെഡ്റൂമിലുള്ള ഡെഡ് ബോഡി പുറത്തെങ്ങനെയാ വന്നത്? അത്
ബെഡ്റൂമിൽ നിങ്ങൾ ഡെഡ് ബോഡി കണ്ടു, പിന്നെ അത് കാണാതായി, റൈറ്റ്? അത് കാണാതാവുന്നതിന് മുമ്പേ ഇവിടെ എന്താ നടന്നെന്ന് ഒന്ന് പറയാമോ? അത് ഞാനും പിന്നെ